അപ്പം നമ്മൾ ലെപ്പക്കട വരെ പോകാം കേട്ടോ. ചേട്ടൻ സാധനം മേടിക്കാൻ വേണ്ടി കടയിൽ. സാധനം എന്ന് പറഞ്ഞാൽ കുറച്ച് വീട്ടു സാധനം, പച്ചക്കറി, പലചരക്ക്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ്. അപ്പോൾ ഈ മേടിച്ചുകൊണ്ട് വന്നാലോ. നല്ല പച്ചക്കപ്പ കിടപ്പുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് കപ്പ മേടിക്കാം. പച്ചക്കറി, പഴം, ഫ്രൂട്ട്സ്, ഇതാണ് നമ്മുടെ കടയിൽ. കുറച്ച് സാധനം വേണേ. ആ, പൈനാപ്പിൾ വേണ്ട. ഒരു 100 രൂപയുടെ കപ്പ, കുറച്ച് പച്ചക്കറി, അതൊക്കെയാണ് വേണ്ടേ. ഈ വലത് സൈഡിൽ കാണുന്ന GPM കോളേജാണ് ലെപ്പക്കട സിറ്റിയൊക്കെ. ഇനി നമുക്ക് മേളിൽ പോയി ശകലം പോത്ത് മേടിക്കാം. ഇവിടുന്ന് മുകളിലാണ് ആശുപത്രിയൊക്കെ ഉള്ളത്. ഇവിടെ ഒരു പുതിയ കടയുണ്ടേ. ഇതൊക്കെ ഒരു കാപ്പി കുടിച്ചോ. ഇതാണ് നമ്മുടെ ശശിചേട്ടാ ഒരു വിത്തൗട്ട് പൊടിക്കാപ്പി. ചായ കൂടി നിർത്തിയായിരുന്നു, എന്നാലും ഒരെണ്ണം കുടിച്ചേക്കാം, കുഴപ്പമില്ല. അത്യാവശ്യം ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലേ. ഇത് നേരത്തെ തയ്യക്കടയായിരുന്നു കേട്ടോ. പുള്ളി തയ്യക്കട നിർത്തിയിട്ട് ചായക്കടയാക്കിയതാണ്. സാധനം മേടിച്ചോണ്ട് ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഒരു പരുവത്തിലാവും. നമുക്ക് കുറച്ചും കൂടെ നടക്കാനുള്ളതുകൊണ്ട് വണ്ടി വെച്ചിട്ട് നമ്മളെ എതിരേക്കാൻ ആൾക്കാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. കണ്ടോ, ഇതൊരു വെള്ളപ്പാൻ. അവൻ്റെ അമ്മയുണ്ട്, അതിലെ വരുന്നുണ്ട്. ശരിയെന്നാ പണി പറഞ്ഞാൽ നമുക്ക് പോത്തുകറി വെക്കുന്ന ഒരു പരിപാടി. ഇച്ചിരി കപ്പയും വേവിക്കാം. ഞാൻ കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇച്ചിരി ഉള്ളിയൊക്കെ അരിഞ്ഞ് അതിനുള്ള വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഒരു ചെറിയ വീഡിയോ നമുക്കൊന്ന് കണ്ടുവരാം. അപ്പോൾ വീട്ടുകാർ കുറച്ച് സവാളൊക്കെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനരിഞ്ഞാൽ വലിപ്പം കൂടി പോകുമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി അരിഞ്ഞു വെച്ചാറോ. ഞാനത് അരിഞ്ഞു വെച്ചിട്ട് വലിപ്പം കൂടുന്നുണ്ട്. നമ്മളെ ഇത് വെച്ച് അരിയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു, അത് കാലഹരണപ്പെട്ടു പോയി. അതുകൊണ്ടിപ്പോൾ ഇങ്ങനെയൊക്കെ അരിയാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് അരിയാം കേട്ടോ. ഇനി കുറച്ച് ചെറിയുള്ളി ഉണ്ട്. ചെറിയുള്ളി ഒരു ടേസ്റ്റിന് വേണ്ടി ഇങ്ങനെ ഇടുന്നതാണേ. ഒരുപാട് ചെറിയുള്ളി ഇട്ടാൽ ഭയങ്കര മധുരമായി പോകും. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതിയല്ലോ. ഇഞ്ചി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഉണ്ട്. ഒരുപാട് സാധനങ്ങൾ ഇട്ടാൽ ഒന്നുമല്ലാണ്ടായി പോകും. വെളുത്തുള്ളി ശകലം പേസ്റ്റാക്കി ഇങ്ങെടുത്തു കേട്ടോ. അല്ല അരിഞ്ഞുകൊണ്ടിരുന്ന ഒത്തിരി കേട്ടോ. അപ്പോൾ നമുക്ക് ഇഞ്ചിയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തേക്കാവേ. എന്നാന്നറിയോ, ഇല്ലെങ്കിൽ അത് പിടിക്കത്തില്ലെന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ചതഞ്ഞ് കിട്ടിയാൽ മതി. നമുക്ക് പൊടിയൊക്കെ ഇച്ചിരി വറുത്തെടുക്കാം. നമുക്കിതെല്ലാം കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളെല്ലാം കൂടെ മസാല, മീറ്റ് മസാല ഉണ്ട്, മല്ലിപ്പൊടി ഉണ്ട്. മല്ലിപ്പൊടിയല്ലേ കൂടുതൽ വേണ്ടല്ലേ. പൊടികളെല്ലാം ചൂടാക്കി എടുത്തില്ലെങ്കിലേ ഭയങ്കര പാടാണ്. പൊടി ഏകദേശം മൂത്തിട്ടുണ്ടേ. നമുക്ക് ഈ ചീൻചട്ടി വെച്ച് തന്നെ കറി വെച്ചെടുക്കാം. കുക്കറിൽ വെച്ചെടുത്താൽ അതൊരു സുഖമില്ല. ബീഫ് ഞാൻ കുറച്ച് മഞ്ഞളിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. മഞ്ഞപ്പൊടി ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു.
നമ്മളുടെ കറി വയ്ക്കലൊക്കെ ഒരു വേറെ രീതിയിലാണ്, ഒന്നും ചിന്തിക്കണ്ട. എല്ലാ സാധനവും ചേർക്കുന്നുണ്ട്. ഇനി പൊടിയും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇളക്കി ഇളക്കി മസാല ഏകദേശം പിടിച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് സവോളയും മറ്റു കാര്യങ്ങളൊക്കെ കൂടെ ഇതിൻ്റെ മുകളിലിട്ടിട്ട് തിളയ്ക്കാൻ വെക്കാം. അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്ന സവോള, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ ഈ സവോള ഇതിലിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് വാരിയിടുവാണ്. ഞാൻ പറയാം, നമ്മളൊരു വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാറുള്ളൂ, എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യല. എങ്ങനെയായാലും ഈ സാധനം മൊത്തത്തിൽ വേകണം. അപ്പം നമ്മൾ ഇച്ചിരി മോഡേൺ ആയിട്ട് ചെയ്താലും ഇല്ലെങ്കിലും നാടൻ രീതി ചെയ്താൽ ഏറ്റവും ബെറ്റർ. തിളച്ച വെള്ളമായിരുന്നേ. ശകലം ഉപ്പിട്ടാക്കാം കേട്ടോ, പൊടിയുപ്പല്ല, നമ്മൾ കല്ലുപ്പാണ് ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. കപ്പയും കൂടെ വേണ്ടേ? കപ്പ കണ്ടപോയേ ഉള്ളൂ, നല്ലതായിട്ട് പോകുന്നു. പിന്നെ അധികം കപ്പ ഞാനും കഴിക്കത്തില്ല അങ്ങനെ. പച്ചക്കപ്പ വിരോധമാണ്. പണ്ടാന്ന് പറഞ്ഞാൽ കാണാൻ കൊള്ളുന്ന സാധനം തിന്നാൻ കൊള്ളുമെന്ന് പറഞ്ഞാൽ കപ്പയോടെ കിടക്കുന്ന കണ്ടപ്പോഴത്തേക്ക് നല്ല സുന്ദരം കപ്പയായിരുന്നേ. കറുപ്പ് പിടിച്ചു. നല്ല പച്ചക്കപ്പയാണെങ്കിൽ ഉണ്ടല്ലോ, തൊട്ട തൊലിയും പൊളിയും എല്ലാം പോവും. കിണറ്റിൽ വെള്ളം ഉണ്ട് കുറച്ച്, എന്നാലും അയ്യോ കിണറേ, നമ്മുടെ കിണറാണിത്. 8 മാസം വെള്ളം കിട്ടും. തൊലിയേ കപ്പ വല്ലാത്ത കപ്പയായി. ഞാൻ പറഞ്ഞില്ലേ, കണ്ട പോലെയല്ല, ഒരു മാതിരി. കഴുകിയാക്കാം. ഇപ്പോൾ കൊത്തി ശീലമൊന്നുമില്ല, എങ്കിലും ഇങ്ങനെ ഞാൻ കൊത്തുന്ന കപ്പയ്ക്ക് ഇച്ചിരി വലിപ്പം കൂടുതലാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഇത് കണ്ട് ഇതുപോലെ നാര് വരുന്നതൊക്കെ എടുത്ത് കളയണേ. ഇതിൻ്റെ നാരിന് അത്ര കട്ടിയില്ല. തേങ്ങ ചിരണ്ടണം, ജീരകവും പച്ചമുളകും എല്ലാം കൂടി ഇട്ടൊരു ഒതുക്കണം. ഇവിടെ കപ്പയ്ക്ക് 40 രൂപ വില കേട്ടോ. 2.5 കിലോ കപ്പയ്ക്ക് 100 രൂപയാണ്. നമുക്ക് 2.5 കിലോ കപ്പയുടെ ആവശ്യമേ വരുന്നുള്ളൂ. വീഡിയോ ഒക്കെ കാണുന്നവരുടെയൊക്കെ നാടുകളിൽ എന്താണ് കപ്പയ്ക്ക് വില? വെളിയിലൊക്കെ നല്ല വിലയായിരിക്കും അല്ലേ? നമ്മുടെ ഇവിടുത്തെ വിലയാണ് പറഞ്ഞത്. എന്തായാലും കപ്പയ്ക്ക് നല്ല ചിലവുണ്ട്. കപ്പ ഇടുവാണെങ്കിൽ ഇപ്പോൾ ഒത്തിരി കപ്പ കൃഷിക്കാരുണ്ട് കേട്ടോ. കപ്പ ഇടുവാണെങ്കിൽ നല്ലതാണ്. അതിന് വലിയ പണിയില്ലല്ലോ. ഒരു ചരണ്ടിക്കൂട്ട് വളപിടിയിലും പരിപാടിയൊന്നും വലിയ കാര്യമായിട്ട് വേണ്ടല്ലോ, പണി കുറവാണ്. ഒരു ചോട്ടിൽ നിന്ന് ഒരു 5 കിലോ കപ്പ വെച്ച് കൂട്ടിയാലും
100 രൂപയുടെ കപ്പ, 100ഒന്നുമല്ല, 10-200 രൂപയുടെ കപ്പ ഉണ്ടെങ്കിൽ പൈസ എത്രയായി? ഓണത്തിനൊക്കെ കപ്പയ്ക്കൊക്കെ നല്ല ചിലവാണ്. നമ്മൾ അതിന് മുമ്പ് 2 പ്രാവശ്യം കഴുകുക, എന്നാലും കൊത്തി കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ കഴുകിയെടുക്കാം. നല്ല 100 ഉണ്ട് കേട്ടോ, വെള്ളം കണ്ടോ. എല്ലാവരും സാധാരണ പൊളിച്ച് കഴിഞ്ഞിട്ട് കഴുകാതെ അങ്ങോട്ട് ചെയ്യുള്ളൂ. നമ്മൾ ഞാൻ മണ്ണും കൂടെ തിന്നണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് കപ്പയ്ക്ക് ഇച്ചിരി അരപ്പൻ ചേർക്കണ്ടേ. 2-3 പച്ചമുളക്, 2-3 ചെറിയുള്ളി, തേങ്ങ, മഞ്ഞപ്പൊടി അതിനകത്ത് ഇട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി കപ്പയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കപ്പ പിന്നെ പെട്ടെന്നാകാൻ കുക്കറിലോട്ട് വെച്ചേ. പിന്നെ വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് നമുക്കൊന്ന് ഒതുക്കി എടുത്ത് വെച്ചേക്കാം. കറണ്ട് പെട്ടെന്ന് ചിലപ്പോൾ പോയെങ്കിൽ പണിയാവും. എന്നാൽ ഈ കപ്പ ഇളക്കട്ടെ. കപ്പയ്ക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് കപ്പയായിട്ടുണ്ട്, മോരുകറി ആയിട്ട്, മോരുണ്ട്, ചെറിയ പുളിശ്ശേരിയുണ്ട്, ഇതാ നമ്മുടെ ബീഫ് കറി ആയിട്ടുണ്ട്. ബീഫ് കറി നമ്മൾ ഇച്ചിരി ചാറ് കൂട്ടിയാണ് വെച്ചാൽ കേട്ടോ, കപ്പയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് കഴിക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ കഴിക്കാം. എന്നാൽ ഞാൻ കഴിക്കുവാണേ. കപ്പയുണ്ട്, കറിയുണ്ട്, ചോറുണ്ട്. ഒരുവിധം ഒത്തിട്ടുണ്ട്. അത്ര അങ്ങ് ഓക്കെ ആയില്ല എന്ന് തോന്നുന്നു. അന്നത്തെ നമ്മുടെ ചിക്കൻ കറി പോലെ അങ്ങോട്ട് സെറ്റായില്ല എന്ന് എനിക്കൊരു തോന്നുന്നു. പിന്നെ ഉള്ള പോലെയൊക്കെ ആവട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാവേ.